ഉപരോധങ്ങളുടെ മതിൽക്കെട്ടുകൾ തീർക്കുമ്പോൾ റഷ്യയും ഉത്തര കൊറിയയും ആ മതിലുകൾക്ക് മുകളിൽ പുതിയ പാലങ്ങൾ പണിയുകയാണ്. തുമൈ നദിയുടെ തണുത്തുറഞ്ഞ ഓളപ്പരപ്പിന് മുകളിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന പുതിയ റോഡ് പാലം വെറുമൊരു യാത്രാ മാർഗമല്ല, മറിച്ച് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള തന്ത്രപരമായ അച്ചുതണ്ടിന്റെ കരുത്തുറ്റ അടയാളമാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇരു രാജ്യങ്ങളെ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഏഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചന നൽകുന്നു. 2024 വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ മൂർത്തരൂപമായ ഈ പാലം വടക്കൻ കൊറിയയെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിൽ നിന്ന് മോചിപ്പിക്കാനും റഷ്യയുടെ കിഴക്കൻ മേഖലകളിലെ സാമ്പത്തിക ചലനങ്ങൾ സജീവമാക്കാനും ലക്ഷ്യമിടുന്നു. റെയിൽവേ ഗതാഗതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ബന്ധം ഇപ്പോൾ റോഡ് മാർഗത്തിലേക്കും വളരുമ്പോൾ അത് വ്യാപാരം, സൈനിക സഹകരണം, മാനുഷിക വിനിമയം എന്നിവയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ അപകടകരമായ ഈ സഖ്യം അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ ഇനി ഈ മേഖലയിൽ ഭരിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഏപ്രിൽ 20 നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് തുമൈൻ നദിക്ക് കുറുകെയുള്ള റോഡ് പാലത്തിന്റെ ഇരുവശങ്ങളും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചത്. 2024 വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ നേരിട്ടുള്ള ഫലമാണിത്. ഇതുവരെ റെയിൽ മാർഗം മാത്രമായിരുന്നു ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ വേനൽക്കാലത്ത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതോടെ ദിവസേന 300ഓളം വാഹനങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകൾക്കും അതിർത്തി കടക്കാനാകും. വെറുമൊരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നതിലുപരി വ്യാപാരം, സാമ്പത്തിക സഹകരണം, മാനുഷിക വിനിമയം എന്നിവയ്ക്കുള്ള അതിശക്തമായ ഒരു ധമനിയായി ഈ പാലം ഇനി പ്രവർത്തിക്കും. റോഡ് പാലത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധേയമാണ് വോൺസെനിലെ കൽമ വിനോദസഞ്ചാര മേഖലയിൽ ആരംഭിച്ച റഷ്യ ഉത്തര കൊറിയ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ. ഏപ്രിൽ 22 നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. ആരോഗ്യരംഗത്തെ സഹകരണം കേവലം ചികിത്സയിൽ ഒതുങ്ങിപ്പോകുന്നതല്ലെന്നും ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തത്തിന്റെ അടിത്തറയാണെന്നും റഷ്യൻ ആരോഗ്യമന്ത്രി മിഖായിൽ മുറാഷ്കോ ചടങ്ങിൽ എടുത്തു പറഞ്ഞു. വടക്കൻ കൊറിയയുടെ സാമ്പത്തിക തകർച്ച പ്രവചിച്ച പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ രാജ്യം കരുത്താർജിക്കുന്നതിന് തെളിവാണിത്. 2022 യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുകയാണ്. റഷ്യക്ക് ആവശ്യമായ യുദ്ധ സാമഗ്രികൾ ഉത്തര കൊറിയ നൽകുന്നുവെന്നും പകരമായി റഷ്യ അത്യാധുനിക സാങ്കേതികവിദ്യ കൈമാറുന്നുവെന്നും പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ നിരന്തരം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആഗോള സമ്മർദ്ദങ്ങളെ അവഗണിച്ച് തങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവും സൈനികവുമായ ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ റോഡ് പാലവും വോൺസെനിലെ ആശുപത്രിയും ഈ ബന്ധം ഇനി തിരിച്ചു പോക്കില്ലാത്ത വിധം ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. റഷ്യയുടെ ദൂരകിഴക്കൻ അതിർത്തികളിൽ മുതൽ ഉത്തര കൊറിയയുടെ മനോഹരമായ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ വ്യാപിച്ചു നിൽക്കുന്ന ഈ പുതിയ വികസന പദ്ധതികൾ കേവലം പ്രാദേശികമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന കൃത്യമായ കരുനീക്കങ്ങളാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്കിടയിലും തളരാതെ തങ്ങളുടെ സാമ്പത്തിക പ്രതിരോധ താല്പര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കാനാണ് റഷ്യയും ഉത്തര കൊറിയയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുമൈൻ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഈ പുതിയ റോഡ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതോടെ പതിറ്റാണ്ടുകളായി റെയിൽവേ ട്രാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്. വ്യാപാര സാമഗ്രികളുടെ കൈമാറ്റത്തിനപ്പുറം വോൺസൺ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് റഷ്യൻ സഞ്ചാരികളെ എത്തിക്കുന്നതിനും അതുവഴി വടക്കൻ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയൊരു ഉണർവ് നൽകുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്ക് ആവശ്യമായ തന്ത്രപരമായ പിന്തുണ നൽകുന്നതിലൂടെ പകരമായി അത്യാധുനിക സാങ്കേതിക വിദ്യയും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ഉത്തര കൊറിയയുടെ ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ വകവയ്ക്കാതെ ഏഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ തങ്ങളുടേതായ ഒരു സമാന്തര ശക്തി കേന്ദ്രം കെട്ടിപ്പടുക്കാനുള്ള റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഈ സംയുക്ത നീക്കം വരും ദശകങ്ങളിൽ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ളതാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഈ പാലത്തിലൂടെയുള്ള ചരക്ക് നീക്കം സജീവമാകുന്നതോടെ ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും തളച്ചിടാൻ കഴിയില്ലെന്ന വലിയൊരു പ്രഖ്യാപനമായി ഇത് മാറും.